വെൽക്കം ബാക്ക് ടു മിരു ചാനൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു 19,000 രൂപ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 5,000 രൂപയുടെ ആക്സർ എഫക്ട്സ് X2 എന്ന മോഡൽ ഹെൽമെറ്റിൽ 44,000 രൂപയുടെ ക്യാമറ, അതേപോലെ തന്നെ 6,000 രൂപയുടെ ഇൻ്റർകോം, പിന്നെ 2,000 രൂപയുടെ അഡാപ്റ്റർ, പിന്നെ മൈക്കും കാര്യങ്ങളും മൗണ്ടും എല്ലാം കൂടെ ചേർത്താണ് ഞാനൊരു റേറ്റ് പറഞ്ഞത്. പിന്നെ ചിലവരൊക്കെ എന്നെ പഞ്ഞിക്കിടാനൊക്കെ വരും, ഇത് X3 ആണ്, ഇതിന് ആ ഒരു റേറ്റ് എന്നൊക്കെ പറയും. ഞാൻ എടുത്തപ്പോൾ ഉള്ള റേറ്റാണ് പറഞ്ഞത്. ഞാൻ എടുത്ത സമയത്ത് Insta350 S3 ആയിരുന്നു ലേറ്റസ്റ്റ് മോഡൽ. X4 ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതിന് റേറ്റ് കുറച്ച് കുറഞ്ഞത്. പിന്നെ നിങ്ങൾ അതിൻ്റെ പറയാം, ഞാൻ ഇത് യൂസ്ഡ് എടുത്തതാണ്, ഞാൻ ഒരു 31,000 രൂപയ്ക്ക് എടുത്തതാണ്. അപ്പോൾ അതൊന്നുമല്ല കുറച്ചധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ടേക്കാണ്. ഫസ്റ്റ് ഞാൻ തന്നെ ട്രൈപോഡ് കൊണ്ടുവച്ച് എടുത്ത് എല്ലാം കുളമായി, എടുത്ത ക്ലിപ്പ് മിസ്സായി. പിന്നെ ഷൈൻഡാനെ വിളിച്ച് ചേർക്കും, അപ്പം തന്നെ വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഹെൽമെറ്റ് സെറ്റ് ഇൻ്റർകോമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇജിയാസിൻ്റെ Q8 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഇൻ്റർകോമാണ്. അതിന് പറയാം, ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് റിവ്യൂ. എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒന്നും ഇല്ല, നിങ്ങൾക്കറിയാം. എങ്കിലും എനിക്ക് അത്യാവശ്യം പ്രോഡക്റ്റ്സ് ഒക്കെ ഓരോ ബ്രാൻഡിൽ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ജെന്യൂനായെന്ന് തോന്നുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ അതേപോലെ ചെയ്തൊരു സാധനമാണ് ഇജിയാസിൻ്റെ Q8 ഇൻ്റർകോമും. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 6,000 രൂപ അടുപ്പിച്ച് റേറ്റ് വരും. ഞാൻ ഇതിൽ കൂടുതൽ സ്പെക്കിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയാം. അതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർകോം യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമൽ രീതിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കാളൊക്കെ വരും. അപ്പോൾ കാളൊക്കെ നമ്മൾ നിർത്തി എടുക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാ മൊബൈലുകളിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൊബൈൽ ഹോൾഡറിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ അതിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ചിലവരും ഇയർപോഡൊക്കെ ഈ ഒരു ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നിട്ട് പാട്ടിട്ട് പോകുന്നത്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഇൻ കേസ് നിങ്ങൾ ആക്സിഡൻറ്റ് ആവുകയാണെങ്കിൽ അതൊന്ന് ചെവിക്കകത്ത് കയറി നിങ്ങളെ ചെവിയുടെ കാര്യം ഏകദേശം തീരുമാനമാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർകോമൺ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പക്ക ഡെഡിക്കേറ്റഡ് സ്പീക്കേഴ്സാണ് ഇരിക്കുന്നത്. അത് ആക്സിഡൻ്റ് ആയാലും നിങ്ങളെ പ്രശ്നമൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിറങ്ങിയിട്ട് 4 ദിവസമായിട്ടുണ്ട്. ഇതിൽ ചാർജ് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 4 ദിവസം യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ഒരു 90 എബോവ് ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മെഷ് ഇൻ്റർകോമാണ്, ബ്ലൂടൂത്ത് മാത്രമല്ല, ഇതിൽ 6 ഡിവൈസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അത് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ എനിക്ക് ഇതേപോലത്തെ വേറൊരു ഡിവൈസ് കൂടെ വേണം. ഇപ്പോൾ എൻ്റെ സിംഗിൾ ഡിവൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഡിയോ ക്വാളിറ്റി സൂപ്പറാണ്. 6,000 രൂപയ്ക്ക് ഇത് വോത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ദിസ് തിങ് ഈസ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ നോർമലി ഇരിക്കുന്ന ഒരു ചീപ്പായിട്ട് ഇൻ്റർകോമൊക്കെ യൂസ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്, അത് ഫ്രണ്ട്സിൻ്റെയിലൊക്കെ. അതിലൊക്കെ ഒരു 80 മുകളിൽ പോകുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ കുറച്ച് അഫക്റ്റ് ആകും. പക്ഷേ ഇതിൽ എത്ര സ്പീഡിൽ പോയാലും ആ ഒരു സെയിം ഓഡിയോ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സ്പീക്കേഴ്സും ആക്സസറീസും, പിന്നെ മൈക്ക് 2 പറഞ്ഞുണ്ട്, ഒരു വൈഡ് മൈക്കും അല്ലാത്തതും. ഞാൻ ഇപ്പോൾ വൈഡ് മൈക്കാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് വെച്ച് ഞാൻ വേറൊരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ ഈ ഒരു അഡാപ്റ്റർ കുത്താതെ ഈ ഒരു Insta360 ബ്ലൂടൂത്ത് ചെയ്ത് കണക്ട് ചെയ്ത് എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ഞാൻ ഇനി ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു ഏരിയയിലൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ 1 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അപ്പോൾ അതിനായിരിക്കും ഒരു പക്ഷേ ഈ ഏരിയയിൽ വെച്ചേക്കുന്നത്, ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പാക്കേജിങ്ങിൽ ഇതൊരു 5 മില്ലിസെക്കൻഡിൽ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുമെന്നാണ് എഴുതിയിരുന്നത്. അതെന്തായാലും കറക്റ്റാണ്. കാരണം ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് പെയർ ആവുന്നുണ്ട്. കണക്ഷനൊക്കെ നല്ല രീതിക്ക് ഫാസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നൈസായിട്ടുള്ള ക്വാളിറ്റി. ഇതൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കിട്ടിയിട്ട് ഏകദേശം ഒരു 4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലതിലേക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോ ഇടാന്നുള്ള രീതിയിലാണ് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പലർക്കും തോന്നും ഇതിങ്ങനെ വെച്ചിട്ട് പോയി ഓടിക്കുമ്പോഴത്തേക്ക് വെള്ളമൊന്നും കയറില്ല എന്ന്. ഇതിൽ IP67 വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് മഴയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് അന്ന് തന്നെ വെക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ അതേപോലെ ഞാൻ മഴയത്തൊക്കെ വെച്ചുകൊണ്ട് ഓടി ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് പക്ക ഇതാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ലോങ് ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ആവും. പിന്നെ ഇതിന് കുറച്ച് ആക്സസറീസിൻ്റെ ഒക്കെ പിക്കൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. ചിലർക്ക് ഡൗട്ട് തോന്നും ഇതിങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവനെങ്കിൽ എടുത്തുകൊണ്ട് പോയില്ലെന്ന്. അതിന് ഇതിൽ വഴിയുണ്ട്. ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ ഊരി കഴിഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം നിങ്ങൾക്ക് ഡിറ്റാച്ചബിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അതേപോലെ ചാർജ് ചെയ്തിട്ട് തിരിച്ചിടാനും പറ്റും. എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴൊന്നും ഇത് റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല, കാരണം നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഈ സാധനം എടുക്കുന്നതിന് മുമ്പൊക്കെ എനിക്ക് ചുമ്മാ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാധനം വെച്ചതിന് ശേഷം എനിക്ക് ഇതിട്ട് പാട്ടില്ലാതെ പോകാൻ വേണ്ടി എന്തോ ഒരു ഗുമ്മ് കിട്ടുന്നില്ല. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഹാൻഡ് ഫ്രീ ആയിട്ട് കോൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വണ്ടി നിർത്തേണ്ട ആവശ്യം പോലും ജസ്റ്റ് ഓൺ ദ ഗോയിൽ തന്നെ ഹെൽമെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൾ ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ കോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ചുമ്മാ എളുപ്പത്തിൽ ചെയ്യാനേ ഉള്ളൂ. പിന്നെ സെറ്റ് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആക്സസറീസ് വരുന്നുണ്ട്, അതെല്ലാം ഡിറ്റാച്ചബിൾ ആണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ സെപ്പറേറ്റ് നിങ്ങൾക്ക്
എന്തെങ്കിലും പാർട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പിന്നെ ഇത് സെറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ചെവിയുടെ അവിടെ ജസ്റ്റ് ഒരു ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇതൊരു ആക്സർ അപ്പൈസ് S2 എന്ന മോഡലാണ്. ഇത് ഇൻബിൽറ്റ് ആയിട്ട് ഇൻ്റർകോം സെറ്റ് ചെയ്യേണ്ട സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്കംഫർട്ട് തോന്നിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചെവി പലരുടെയും ഇയറിൻ്റെ പൊസിഷനൊക്കെ വേറെതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്ത് വെൽക്രോ ഉണ്ട്, ജസ്റ്റ് മൈന്യൂട്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി എൻ്റെ ചെവിക്ക് സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് പക്ക കംഫർട്ടായിട്ട് എനിക്ക് ഇത് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ എനിക്കിത് കിട്ടുന്നതിന് മുമ്പ് ചെറിയ രീതിക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പക്ക ക്വാളിറ്റിയാണ്. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഇതിപ്പോൾ ഒരുപാട് പേര് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ആക്സർ അപ്പക്സ് S2 എന്ന് പറഞ്ഞ മോഡലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായാലും അതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യാം. ഒരു 5K ബഡ്ജറ്റ് നിങ്ങൾ ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആക്സർ ആക്സറിൻ്റെ കാട്ടി ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങളുടെ ഫ്രണ്ടിലില്ല. പിന്നെ ചിലവരൊക്കെ ഈ ഒരു സ്റ്റഡും ബേഗ ബോൾട്ട് പണിയൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നത് 12,000 രൂപ കിട്ടും. പക്ഷേ അതൊന്നും വലിയ റേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത്ര സേഫ്റ്റി ഒന്നുമില്ല. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. വീണപ്പോഴത്തേക്ക് ഹെൽമെറ്റ് വെച്ചിട്ടും പല്ല് പോയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ വീണ് പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ, വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ എന്തോ മനസ്സിനൊരു വിഷമം തോന്നും. അപ്പോൾ ഒരു ഹെൽമെറ്റ് എടുക്കുന്നെങ്കിൽ മിനിമം ഒരു 5,000 രൂപയുടെ ഹെൽമെറ്റ് എങ്കിലും എടുക്കണം. ഇപ്പോൾ ആക്സറാണ് എൻ്റെ ഒരു പ്രിഫറൻസ് ഞാൻ ചൂസ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങളെ ഉള്ള ഫണ്ട് അനുസരിച്ച് എനിക്ക് എത്ര വലിയ ഹെൽമെറ്റിലോട്ട് വേണം പോവാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത്രയൊക്കെ സെറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് കുറച്ചൊന്ന് റൈഡിങ് കേസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. പിന്നെ നിങ്ങളെ ചോയ്സാണ്, എങ്ങനെ വേണം ചെയ്യാം. ഞാൻ ഒരു പാഷൻ്റെ പുറത്ത് എടുത്ത് വെച്ചാണ്, കാരണം ക്യാമറയൊക്കെ എന്തായാലും അത്യാവശ്യം റേറ്റ് ആവും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്യാവശ്യം വെയിലത്തൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതും ഹുഡിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ എന്തെങ്കിലും പോരാന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായവും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ അടിച്ചേക്ക്. പിന്നെ മറ്റുള്ളവരെ പോലെ ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ട് എൻ്റെ അക്കൗണ്ടിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റൈഡിൽ ലിങ്ക് അല്ലെങ്കിൽ അക്കൗണ്ട് ബയോത്തുണ്ട്, അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.